ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളോട് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നൊരു കാര്യം പറയട്ടെ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്നാണ്. 10 ഓഫ് സോർട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ ഒരു ക്രൈസിസ് നിങ്ങൾക്ക് സംഭവിച്ചിരുന്നു, നിങ്ങൾ വേദനയിലൂടെ കടന്നു പോയിരുന്നു. ആ ഒരു കാര്യം എൻ്റെ ആവുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പെയിൻഫുൾ എൻഡിങ് എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. ഇവിടെ പ്രകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങൾ ഒത്തിരി വേദനിച്ചിരുന്നു എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. എന്നാൽ നിങ്ങൾ ഓരോ ദിവസവും ചെല്ലും തോറും ഹീലായി വന്നുകൊണ്ട് നിങ്ങളിലേക്ക് ഒരു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് കൊണ്ടുവന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എങ്ങനെ നിങ്ങൾ ഹീലായിട്ടുണ്ടാവുക? നിങ്ങൾ മെഡിറ്റേഷന് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നോക്കി കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കാണ് നിങ്ങളിപ്പോൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. അങ്ങനെ പ്രിഫറൻസ് കൊടുക്കുന്ന നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു എനർജി അല്ല, എല്ലാവരും ഡിഫറെൻ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെൽഫ് ലവ് ചെയ്തും മെഡിറ്റേഷൻ ചെയ്തും മാനിഫെസ്റ്റ് ചെയ്തും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്കാണ് ഫോക്കസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കാണ് ഇവിടെ നിങ്ങൾ അനുഭവിച്ച ഒരു വേദനയ്ക്ക് എൻഡിങ് വരുന്നത്. കറണ്ട് സിറ്റുവേഷനാണ് പറയുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാർഡ്സിന്റെ മീനിങ്സിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. പാഷനേറ്റ് സോൾ ആയിട്ട് ഈ കാർഡ് മീൻ ചെയ്യാം. ഇത് എൻഡായി പോയ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എൻഡായി പോകുന്ന ഒന്നല്ല. നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് ആദ്യത്തെ കാർഡ് കാണിക്കുന്നത്. അവർ വളരെയേറെ ഇമോഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹം, ആ ഒരു താല്പര്യമൊക്കെ ഈ കാർഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് അവർ പരിശ്രമിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർ പരിശ്രമിക്കാതെ പോവില്ല. അതിനായിട്ട് ആരും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള കാര്യം അവർക്ക് വേണ്ടപ്പെട്ട ആരോടോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു സഹായം വേണമെന്നും അവർ ചോദിച്ചിട്ടുണ്ടാവാം. നിങ്ങളെ കാണുവാനായിട്ടുള്ള സന്ദർഭത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണ് അങ്ങനെ ഒരു സഹായവും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, പരിശ്രമിക്കുന്നു എന്നാണ് ഈ ഒന്നാമത്തെ രണ്ടാമത്തെയും കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ തേർഡ് കാർഡ് എന്ന് പറയുന്നത് ടെമ്പറൻസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ വളരെയേറെ ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർക്കൊരു പേർപ്പസ് ഉണ്ടെന്ന് പറയുന്നു, ഒരു ഉദ്ദേശമുണ്ട്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെ കൊണ്ടുവരണമെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. അവരിപ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് വേയിലൂടെയാണ്, മിഡിൽ പാത്തിലൂടെയാണ്. ആ ഒരു കാര്യം അവർ നേടിയെടുക്കും എന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. ആ പിക്ചർ നോക്കൂ. ഇവിടെ ഒരു സൈഡിൽ സണ്ണും ഒരു സൈഡിൽ മൂണാണ്. അതെന്ന് പറയുന്നത് അവരുടെ മനസ്സിനെയാണ് കാണിക്കുന്നത്. അവിടെ അവരുടേതായ കാര്യങ്ങൾ ഒരു സൈഡിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരു സൈഡിലും. അപ്പോൾ നിങ്ങൾക്കൊരു ബാലൻസ് ലൈഫിൽ കൊണ്ടുവരണമെന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ടുള്ളൊരു തീരുമാനവും അവരെടുത്തിട്ടുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ ഫോർത്ത് കാർഡ് കിട്ടിയിട്ടുള്ളത് 6 ഓഫ് കപ്സ് കാർഡാണ്. ഒരു ഇമോഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. അവർ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നൊസ്റ്റാൾജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവരിപ്പോൾ തനിച്ചായെന്നവർക്ക് ഫീൽ ചെയ്യാണ്. അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ആരുമില്ല എന്ന് അവർക്ക് ഫീൽ ചെയ്യാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവരിലേക്ക് വരുന്നത്. നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള കരുതലും സ്നേഹത്തെയാണ് അവർ ഓർക്കുന്നത്. അവർ നിങ്ങളാണ് ശരിയെന്ന് മനസ്സിലാക്കുന്നു. അവർക്ക് വേറെ എവിടെയും ആ ഒരു ആശ്വാസം കിട്ടിയിട്ടില്ല. നിങ്ങൾ അത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അത് അവർ മനസ്സിലാക്കുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് 6 ഓഫ് സോർട്സ് കാർഡാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. ഒരു മാറ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലെ മാറ്റം, നിങ്ങൾക്കൊരു ട്രാൻസിഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സംഭവിച്ചു എന്നാണ് പറയുന്നത്.
നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ വേദനയോട് കൂടിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നോ നിങ്ങൾക്കൊരു സഹായം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആരോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ടുള്ള ജേണിയിൽ, നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് എളുപ്പം നിങ്ങളുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ യൂണിവേഴ്സ് കറക്റ്റ് സമയത്ത് ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് തരും. വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് വരും. ഒരു കരിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് യൂണിവേഴ്സ് ഉണ്ടെന്നാ പറയുന്നത്. അവിടെ കറക്റ്റ് സമയത്ത് നിങ്ങൾക്കൊരു ഹെൽപ്പ് ഉണ്ടാവും. നിങ്ങൾ വിഷമിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ ട്രാവലിങ്ങിന് ഒരുങ്ങാണ്, യാത്രയ്ക്ക് ഒരുങ്ങാണ്. നിങ്ങൾ വളരെയേറെ വേദനിച്ചുകൊണ്ടാണ് ആ കാര്യം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയേറെ ടെൻഷൻ ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യൂ. നിങ്ങളെ സഹായിക്കാനായിട്ട് കറക്റ്റ് സമയത്ത് ഞാൻ ഒരാളെ അവിടെ എത്തിക്കും. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് തന്നെയാണ് തരുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് പെൻഡക്കിൾ ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് കരുതേണ്ടത്. ഒരു പുരോഗതിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയറിലൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നു. നിങ്ങൾ സമ്പാദിക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാൻ പോകുന്നു. അപ്പോൾ നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത്, നിങ്ങളുടെ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം തന്നെയാണ് മാറ്റുന്നത്. നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ടതെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്ന പുരോഗതി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ആരുടെ മുന്നിലും തലകുമ്പിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യകത വരില്ല. യൂണിവേഴ്സ് അത് ഇടവരുത്തില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പുരോഗതി നിങ്ങൾക്ക് തരും. ഇവിടെ നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. അവരിപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വളരെയേറെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. മെഡിറ്റേഷനും മാനിഫെസ്റ്റും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഈ പിക്ചർ നോക്കൂ. അവരുടെ മുന്നിലിരിക്കുന്ന കപ്പ് നിറയെ നിങ്ങളോടുള്ള സ്നേഹവും കരുതലാണ്. അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ എന്ന സ്നേഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവരുടെ ഹൃദയം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളിലേക്കാണ് നോക്കിക്കാണുന്നത്. അവർ വളരെയേറെ സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവരെന്ത് ചെയ്യണമെന്ന് അവർ വ്യക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. കാരണം നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റീബർത്തും ഉണ്ടെന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയാണ് ശരിയെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റീബർത്തും ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിനെ യൂണിവേഴ്സ് കാണാതെ പോവില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം സാധ്യമാകാനായിട്ട് പോകുന്നെന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ എല്ലാം റെസിനേറ്റ് ആവുന്നവർ സ്വീകരിക്കൂ, അല്ലാത്തവർ വിട്ടുകളഞ്ഞോളൂ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് വന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മെഡിറ്റേഷനും മാനിഫെസ്റ്റും ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യം യൂണിവേഴ്സ് കാണുന്നുണ്ട്. അത് സാധ്യമാകാൻ പോകുന്നു. അവരുടെ മനസ്സിന് മാറ്റം വന്നിട്ടുണ്ട്. അവർക്ക് ചുറ്റുമുള്ളവരെ ശരിയാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ പല സന്ദർഭങ്ങളിലായിട്ട് അവർക്ക് വന്നിട്ടുള്ള തിരിച്ചടി അവർ നിങ്ങളിലേക്ക് തന്നെയാണ് നോക്കിക്കാണുന്നത്. നിങ്ങളോട് ചെയ്ത തെറ്റിനെ അവർ ഓർക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് ഒന്നും പറയാതെ അവര് മൂവ് ഓൺ ചെയ്തു പോയി, അല്ലെങ്കിൽ മാറി നിൽക്കാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി വേദന ഉണ്ടായിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കാണ്. അപ്പോൾ അവർക്ക് സമാധാനം കിട്ടണില്ല. നിങ്ങൾ ഒത്തിരി വേദനിക്കുമ്പോൾ ഒരിക്കലും അവർക്ക് സമാധാനം കിട്ടില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം, അവർക്കൊന്നും വരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഞാൻ കുറച്ച് വേദനിച്ചാലും എൻ്റെ പേഴ്സൺ വേദനിക്കരുത് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എങ്കിൽ യൂണിവേഴ്സ് അവിടെ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവർക്ക് ചുറ്റും സന്തോഷമുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമോ? ഇല്ല.
അവർക്കൊരു തിരിച്ചടി കിട്ടുമ്പോൾ, അവരൊറ്റയ്ക്കാവുമ്പോഴാണ് നിങ്ങൾ എന്ന പ്രണയത്തെ അവർക്ക് മനസ്സിലാകുന്നത്, നിങ്ങൾ എന്ന സ്നേഹത്തെ മനസ്സിലാകുന്നത്. ഒത്തിരി പേർക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ഒരുങ്ങുന്നുണ്ട്. ഇനി ഈ റീഡിങ് കണ്ടിട്ട് എൻ്റെ പേഴ്സൺ വന്നിട്ടില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സെൽഫ് ലവ് ചെയ്തുകൊണ്ട്, മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ പ്രയർ ചെയ്യുക, മെഡിറ്റേഷന് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. എന്നാലും നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് സാധ്യമാകുള്ളൂ. അല്ലാതെ എൻ്റെ പേഴ്സൺ വന്നിട്ടില്ല വെച്ചിട്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടി നമ്മൾ ചെയ്യണം. നമ്മുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരാളുടെ മുന്നിലും തലകുമ്പിട്ട് നിൽക്കേണ്ട ഒരു കാര്യമല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട്. ആ കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ നോക്കി കാണേണ്ടത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. ഈ റീഡിംഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കോൾ ചെയ്യരുത്, മെസ്സേജ് ചെയ്യണേ. ഞാൻ ഫ്രീ ആകുമ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.